ഹായ് ഗായ്സ്, വിഷ് യു ഹാപ്പി ഡെയിലി ദീപാവലി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ വീട്ടിലെ ദീപാവലി ലുക്കാണ്. ലൈറ്റ് ക്യാമറ ആക്ഷൻ. എല്ലാവരും ദീപാവലി വിഷ് ചെയ്യൂ. കമന്റ് ബോക്സ് കത്തട്ടെ. എന്താ മോളെ ഇത്? ഈ അലങ്കാര ലൈറ്റുകളും ക്യാമറയും തന്നെ ദീപാവലി. നീ പോയി അടുക്കളയിൽ പോയിട്ട് ആ എണ്ണ വിളക്കുകളൊക്കെ എടുത്ത് കത്തിച്ചാൽ അതാണ് നമ്മുടെ ആചാരം. പക്ഷെ ആര് ഈ യുഗത്തിൽ എണ്ണ വിളക്കൊക്കെ കത്തിക്കാനാ? ഇപ്പൊ ഈ ലൈവ് സ്ട്രീം കഴിഞ്ഞ് ഞാൻ ലൈവായി ഫോട്ടോഷൂട്ട് ചേർത്തു. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഫോട്ടോഷൂട്ടോ? ഞങ്ങളുടെ കാലത്തൊക്കെ അയൽവാസികൾക്ക് പലഹാരം കൊടുത്തിരുന്നത് യഥാർത്ഥമായ ദീപാവലി. എവിടെ പോയായിരുന്നു മുത്തശ്ശി? എന്റെ പ്രൊജക്ട് ദീപ എവിടെ? എന്താ മോനെ ഇത്? എന്റെ മുഖത്തെന്തേ കഴിഞ്ഞു? നീ എന്താ അടുക്കളയിൽ നിന്ന് അടുക്കളപ്പണി ഇരിക്കുന്നു? മുത്തശ്ശി, ഞാൻ ശബ്ദമില്ലാത്ത പടക്കങ്ങളെ കുറിച്ച് ഗവേഷണം നടക്കുകയായിരുന്നു. ഞാൻ ചെറിയ ചെറിയ പടക്കങ്ങൾ ദീപയിലേക്ക് പൊട്ടിച്ചപ്പോൾ ശബ്ദമൊക്കെ എൻ്റെ മുഖത്തേക്ക് വന്ന് പൊളിച്ചു. സുമേട്ടാ, ഇതാണ് യഥാർത്ഥ ദീപാവലി കോസ്റ്റ്യൂം. നിങ്ങൾ എൻ്റെ ലൈവിലേക്ക് ഒരു ഫോട്ടോഷൂട്ട് ആക്കണം. ഇത് ഭയങ്കര കണ്ടന്റ് ഉറപ്പാണ്. കണ്ടന്റ് അല്ല, എൻ്റെ ദീപയുടെ മുടി അവിടെ പോയി. അതിലാണ് ഞാൻ അടുത്ത വർഷത്തേക്കുള്ള പടക്കങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളത്. മോനെ നിനക്കൊരു കാര്യം അറിയണം. പണ്ടൊക്കെ പടക്കം പൊട്ടിക്കാറുള്ളത് രാത്രിയിലെ വെളിച്ചം കളയാനായിരുന്നു. ഇപ്പോഴൊക്കെ നിങ്ങൾ വെള്ളത്തെ മൊത്തം വെളിച്ചം കളയുന്ന പരിപാടിയാണ്. അയ്യോ മുത്തശ്ശി, എൻ്റെ ലൈവ് സ്ട്രീം കട്ടായല്ലോ. ലൈവ് പോയത് നന്നായി. ഇനി ദീപാവലി വെളിച്ചത്തിൽ നമ്മുടെ പഴയ പലഹാരങ്ങളെ കുറിച്ചുള്ള കഥകൾ കേൾക്കാം. അതാണ് യഥാർത്ഥ എന്റർടൈൻമെന്റ്. മുത്തശ്ശി, ഞാൻ എൻ്റെ വീട്ടിലെ മൂടി തപ്പട്ടെ. മുത്തശ്ശി, പല